വാർദ്ധക്യത്തിലെത്തുമ്പം വാപ്പാന്റെ ചെലവഴിക്കലിന് നമ്മൾക്ക് കണക്ക് വരുന്നുണ്ടെങ്കിലേ അതൊരു വലിയ പ്രയാസം തന്നെയാ. ചില മക്കൾ കണക്ക് പറയും, ഓൻ നോക്കട്ടെ, ഇവൻ നോക്കട്ടെ, അവിടെ നോക്കട്ടെ, ഇവിടെ നോക്കട്ടെ. ഇപ്പൊ അങ്ങനെയൊക്കെയാ ഫുട്ബോൾ കോർട്ടിലെ പന്തിന്റെ മാതിരി. 4 ആളും 4 ഊയം നിക്ഷയിക്കും, 4 സമയം നിക്ഷയിക്കും, 4 മാസം നിക്ഷയിക്കും. അവനാന്റെ ബാണ്ടവും എടുത്തിട്ട് പരാതിയില്ലാണ്ട് സങ്കടവും ഇല്ലാണ്ട് ഉള്ള ഗുളികയും വാങ്ങി ഒരു കവറിന്റെ ഉള്ളിലിട്ട് പേരക്കുട്ടികളെ ചുറ്റിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവനാന്റെ പൊരന്റെ മുറ്റത്തുനിന്ന് അനിയന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ഉമ്മാന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഒരൊറ്റ തുള്ളി അത് മതിയടോ ഈ ദുനിയാവിൽ നശിച്ചു പോകാൻ. ചിലർ കണക്ക് പറയുക, ഓന്റെയും മെല്ലെ വെന്റെയും മെല്ലെ ഒലു നോക്കട്ടെ ബലു നോക്കട്ടെ. ഇതൊക്കെ ദുനിയാവിൽ നോക്കാൻ പറ്റും. ഞാൻ പറയാറുണ്ട്, നമ്മൾ നോക്കിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞമ്മക്കുള്ളത് പടച്ചോൻ വേറെ വയ്ക്ക് തരും. അവര് നോക്കട്ടെ എന്നുള്ള വാശിയിലും കുണ്ടുവാത്തതിന്റെ വെറുപ്പിലും ആ നോക്കുന്നതെങ്കിൽ നോക്കിയത് പോലും പടച്ചോൻ സ്വീകരിക്കൂല. അങ്ങനെയുണ്ട് ചില മരിയക്കളും. മറ്റുള്ളവർ കുണ്ടുവാത്തതിന്റെ പേരിൽ മനസ്സ് വെറുത്തിട്ട് അങ്ങനെ നോക്കുക. ഇടക്കിടക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയും, നിങ്ങൾക്ക് വേറെ ഇല്ല അതിന്റെ മക്കള്. അപ്പൊ അമ്മ വിചാരിക്കുന്ന അവനിനി മിണ്ടണ്ട, പേടിച്ച് നിൽക്കുക. അങ്ങനെ മനസ്സ് വെറുത്തിട്ട് നോക്കുകയാണെങ്കിലേ നോക്കി അതിന്റെ കൂലി പോലും ഉണ്ടാവില്ല. നോക്കുകയാണെങ്കിൽ മരിയക്കളെ നല്ലോണം നോക്കണം. ആ മക്കളോടുകൂടിയാ പറയുന്നത്. കുത്തി പറഞ്ഞിട്ടും കൊള്ളിച്ചു പറഞ്ഞിട്ടും ബേജാറാക്കിപ്പിക്കരുത്. ഓൺലൈനോ മൂത്തോനെന്താ കൊണ്ടുപോകാത്ത, ഓനെന്താ വരാത്ത, ഇവനെന്താ വരാത്ത,